ഈ 4 ചുവരുകൾക്കുള്ളിലാട്ടോ എൻ്റെ ഒരു ദിവസം. ചിലപ്പോൾ തോന്നും ഞാൻ ഭയങ്കര ലക്കിയാണെന്ന്. രാവിലെ ചോറ് കെട്ടി ഓഫീസിൽ പോകണ്ട, ബസ്സിൻ്റെ തിരക്കിൽ കഷ്ടപ്പെടണ്ട, പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഒരേ ഒരു ഇരിപ്പിരിക്കേണ്ട. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തോന്നും വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ ചിലപ്പോൾ ഇതൊരു ഭയങ്കര സ്ട്രെസ്ഡ് സിറ്റുവേഷനായിട്ട് തോന്നും. കാരണം രാവിലെ റിച്ചുവും ഹസ്ബൻഡും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഞാൻ കേൾക്കുന്ന കുറച്ച് സൗണ്ടുകൾ, കുറച്ച് കിളികളുടെയോ അല്ലെങ്കിൽ മെയിൻലി ആ ഒരു ക്ലോക്കിൻ്റെ ടിക് ടിക് സൗണ്ടാണ്. പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണും, അല്ലെങ്കിൽ പുതിയ സിനിമ വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാണും. 12 മണിക്കാണ് എൻ്റെ ഓഫീസിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഹസ്ബൻഡും കൊച്ചും ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് 12 മണി ആവാറുണ്ട്. പക്ഷേ എന്നാലും നമ്മളിപ്പം എന്ത് ജോലി ചെയ്താലും വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പം ഭയങ്കര ഒരു സ്ട്രെസ്ഡായിട്ട് തോന്നാറുണ്ട്. ചിലപ്പോൾ കുഴപ്പമില്ല, ചില സമയത്ത്. പിന്നെ ഫ്രണ്ട്സ് ഉള്ളതൊരു ഭാഗ്യമാണ്. എനിക്ക് LKG മുതലുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പോഴും അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ അവളോട് കത്തി വെച്ചിരിക്കും. പിന്നെ അല്ലെങ്കിൽ വേറെ കുറച്ച് ഫ്രണ്ട്സുണ്ട്, അപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കും. പക്ഷേ എന്നാലും വാട്സാപ്പിൽ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഫോണിലൂടെ സംസാരിച്ചാലും വീട്ടിൽ നമ്മൾ നേരിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് ആണ്. എന്നും പറഞ്ഞ് എനിക്ക് ഓഫീസിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഹസ്ബൻഡ് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇറങ്ങണമല്ലോ. അപ്പോൾ ആ 9 മണിക്ക് മുമ്പ് ചോറ് കെട്ടണം, പിന്നെ വേഗം റെഡി ആവണം, കൊച്ചിനെ റെഡിയാക്കണം, ഞാനും റെഡി ആവണം. ഇതിപ്പോൾ എനിക്ക് ഓഫീസിൽ പോകണ്ടാത്തത് കൊണ്ടാണ് കുറച്ചെങ്കിലും അഡ്ജസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഓഫീസിൽ പോകാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കുമ്പോഴും വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ്. ഇപ്പോൾ ഇത്രയും നെഗറ്റീവ് ഫീൽ തോന്നാനൊരു കാരണമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീക്കെൻഡിലായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ലീഡ് ചെയ്ത എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫൈനൽ ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിൻ്റേതായുള്ള സ്ട്രെസ്സ്, ഇത്രയും വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസം ലീവ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് പ്രൊഡക്ഷൻ അങ്ങോട്ട് ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ട്സോ ഒക്കെ വരുമ്പം നമ്മൾ അവൈലബിൾ ആയിരിക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഓർത്തതാണ് ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി മൈൻഡൊന്ന് ഫ്രഷ് ആകാം. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ നല്ല സ്ട്രെസ്സുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഒറ്റപ്പെടൽ തോന്നുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒന്നും ഈ ഒരു ഫീലില്ല, വല്ലപ്പോഴും മാത്രം. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വർക്കിന് കയറാൻ സമയമായി. ഓഫീസിലാണെങ്കിലും എൻ്റെ ടീം ഫുള്ള് പൂനെയാണ്. എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിപ്പം ഒരാൾ റിലീസായി പോയി, വേറെ പ്രൊജക്റ്റിൽ പോയി, ഒരാൾ റിസൈൻ ചെയ്തു പോയി. അപ്പോൾ ഓഫീസിലും അത്രയും ഒരു ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഈ 12 മുതൽ 9 മണി വരെ ആണ് എൻ്റെ വർക്ക് ടൈമിങ്. അപ്പോൾ അതുവരെ ഈ 4 ചുവരിൽ നിന്നും വീണ്ടും എൻ്റെ ലാപ്ടോപ്പും ഞാനും മാത്രമായിട്ടുള്ളൊരു ലോകം. ടീം കോൾസും ബഗ്സും ഇഷ്യൂസും ഡിസ്കഷൻസും ലോങ് മീറ്റിങ്സും അങ്ങനെ നീണ്ടു പോവും. അപ്പോഴേക്കൊരു 4 മണിയാവും. 4 മണിയായി കഴിഞ്ഞാൽ എൻ്റെ റിച്ച് വരും. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സൗണ്ടും TV യുടെ സൗണ്ടും മൊത്തത്തിലൊരു ബഹളമാവും.